ഹായ് ഹലോ എവറിബഡി. ക്രാബിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ക്രാബിയിലെത്തിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലോങ് റൂട്ട് കയാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എൻ്റെ കണ്ണിൽ പെട്ടത്. എന്നാൽ പിന്നെ അതെന്താ നോക്കിക്കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ക്ലോങ് റൂട്ട് കയാക്കിംഗ് ആൻഡ് എലിഫൻറ്റ് ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങളൊരു പൈനാപ്പിൾ ഫാമിലേക്കാണ് കൊണ്ടുപോയത്. പൈനാപ്പിൾ ഫാമിൽ ഇറങ്ങി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അതേ കൂടെ ഒക്കെ നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ക്ലോങ് റൂട്ട് വ്യൂ പോയിന്റിലേക്ക് പോയത്. Thank you. You take a table and you put inside telephone and wallet for kayaking and big bag to put inside locker over there. Okay. Key locker no key. I working here. I take care you and you look number locker. Okay. ഞങ്ങൾ 8 പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ഒരു കയാക്കിംഗ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഓസ്ട്രേലിയൻസ് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്നു, ജർമ്മൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. രാവിലെ 8 മണിയുടെ സെഷനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ 8 മണിയായപ്പോൾ ക്യാബ് ഹോസ്റ്റലിൽ വന്നു. ഞങ്ങളെയൊക്കെ ഓരോരോ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് നേരെ ക്ലോങ് റൂട്ടിലേക്ക് വന്നു. ക്രാബിയിൽ ഒരു ക്ലിയർ വാട്ടർ കനാലാണ് ക്ലോങ് റൂട്ട് കനാൽ. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ വെള്ളം വളരെ ക്ലിയർ ആണ്. നമുക്ക് താഴെ പോകുന്ന മീനുകളെ കാണാം, ഫ്ലോർ കാണാം, ചെടികളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ക്ലോങ് റൂട്ട് ക്രിസ്റ്റൽ ക്ലിയർ കനാൽ എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. ഇതെനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളത്തിലൂടെ കയാക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കനാൽ ഇങ്ങനെ ഒഴുകുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പാത്തിലൂടെ ഇങ്ങനെ കയാക്ക് ചെയ്ത് പോകുന്നത് വളരെ പീസ്ഫുള്ളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ താഴ്ന്ന് വെള്ളം വരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റേനെ. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നീന്താൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ സ്വിം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ ഇറങ്ങി സ്വിം ചെയ്യാവുന്നതാണ്. ഇവിടെ ആഴം കുറവാണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളൊഴികെ വേറെ ആരും അങ്ങനെ ഇറങ്ങിയില്ലായിരുന്നു. എന്നാൽ പോലും ആ മനോഹരമായ പ്രകൃതി ആസ്വദിച്ചും ആ ചെറിയ മഴയൊക്കെ കൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. എൻ്റെ വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു ഈ ക്ലോങ് റൂട്ട് കയാക്കിംഗ് ട്രിപ്പ് സെലക്ട് ചെയ്തത്. കാരണം വന്ന ഉടനെ തന്നെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ ഇതിലും നല്ലൊരു തീരുമാനം വേറെ എടുക്കാനുണ്ടായിരുന്നില്ല. ഇനി ഈ ഒരു ട്രിപ്പിൻ്റെ റേറ്റ്സ് പറയാം. പൈനാപ്പിൾ ഫാം വിസിറ്റ്, ക്ലോങ് റൂട്ട് കയാക്കിംഗ് പ്ലസ് എലിഫൻറ്റ് ട്രെക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഞാൻ എടുത്തത്. 1500 ബാത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാനത് ബാർഗെയിൻ ചെയ്ത് 1300 ബാത്തിന് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് ഒരു ഗൈഡിനെയും കൂടെ കൂട്ടിയായിരുന്നു. അതിനൊരു എക്സ്ട്രാ 100 ബാത്തും കൂടെ കൊടുക്കേണ്ടി വന്നു. ഇവിടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കയാക്സ് ഉണ്ടായിരുന്നു, സിംഗിളായിട്ട് ഇരിക്കാവുന്ന കയാക്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു കയാക്ക് ഇതേപോലെ എടുത്തിട്ട് ഒരു ഗൈഡിനെയും കൂടെ കൂട്ടാം, ഞാൻ ചെയ്ത പോലെ. അപ്പോൾ നമുക്കും റോ ചെയ്യാൻ പറ്റും, പുള്ളിക്കും റോ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരാളെ കൂട്ടിയതുകൊണ്ട് ഈ വിഷ്വൽസൊക്കെ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റി. ഇത് ഇംഗ്ലണ്ടിൽ വന്നൊരു ആൻറ്റിയാണ് കേട്ടോ. ഞാനും പുള്ളിക്കാരി നല്ല സിങ്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലണ്ടിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പുള്ളിക്കാരി തായ്ലൻഡിൽ വന്നത്.
അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറ ഗൈഡ് ചേട്ടന് കൈമാറിക്കൊണ്ട് ഇവിടം തൊട്ട് റോ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടം തൊട്ട് പുള്ളിക്ക് റെസ്റ്റായിരുന്നു, ഞാനാണ് ഫുൾ തുഴഞ്ഞത്. അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു കയാക്ക് സെഷൻ കഴിഞ്ഞു. അടുത്ത പരിപാടിയിലേക്ക് കടന്നു ഞങ്ങൾ. ഫിഷ് ഫീഡിംഗ് ആയിരുന്നു അടുത്ത പരിപാടി. ഫീഡ് ചെയ്ത് നല്ല ഗുണ്ടപ്പന്മാരായ ഫിഷുകളാണ് ഇവിടെ ഫുൾ ഉണ്ടായിരുന്നത്. അവർ നമുക്ക് ഫിഷ് ഫുഡ് തന്നു. ഫിഷ് ഫുഡ് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്ത് അവർക്ക് ഫീഡ് ചെയ്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് കുറച്ച് റിഫ്രഷ്മെൻറ്റ്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നു. എന്നെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അതിൽ കൂടെയൊക്കെയാണ് ഞാൻ കയാക്ക് ചെയ്ത് പോയത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ആൻ എക്സ്പീരിയൻസ് ദാറ്റ് ഐ എം നെവർ ഗോയിങ് ടു ഫർഗെറ്റ്. ഇവിടുന്ന് ഞാൻ നേരെ പോയത് ഫ്രണ്ട്ലി ജയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ എലിഫൻറ്റ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. എലിഫൻറ്റ് ട്രെക്കിംഗ് എന്താണെന്നോ അവിടെ പോയിട്ട് എന്തായിരിക്കും ചെയ്യാമെന്നോ ഒന്നും അന്വേഷിക്കാണ്ടാണ് ഞാൻ വന്നത്. ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് എലിഫൻറ്റ് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. സോ അതും കൂടെ ചെയ്തേക്കാമെന്ന് ഓർത്തു. പക്ഷെ മൈ ഡിയർ ഗായ്സ്, ഞാൻ എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഞാൻ ഈ ആനപ്പുറത്ത് കയറിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആനപ്പുറത്ത് കയറുന്നത് തന്നെ. പക്ഷേ ആന നേരെയുള്ളൊരു വഴി കൂടെ നടക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല, ആനയ്ക്ക് നടക്കാനൊരു വഴി പോലും ഇല്ല. ഒരു മല കയറുന്നു, മല ഇറങ്ങുന്നു, വഴി സ്വന്തമായിട്ട് ആന ഉണ്ടാക്കിയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആൻഡ് ദിസ് വാസ് റിയലി സ്കേറി ഗൈസ്. ഈ ആന പോയ വഴിയൊക്കെ എനിക്ക് ശരിക്കും കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫോണും ക്യാമറയൊന്നും എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു വഴി കൂടിയാണ് നടന്നിരുന്നത്. നല്ല സ്ലിപ്പറി ആയിരുന്നു, മഴ പെയ്യുന്നതുകൊണ്ട് നല്ല സ്ലിപ്പറി ആയിട്ടുള്ളൊരു പാത്തായിരുന്നു. അപ്പോൾ ആന ഇടയ്ക്ക് തെന്നിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചില സമയത്ത് ആന ചില മരത്തുമ്മ ചാരി നിൽക്കും, ആ മരം കുലുക്കും. അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ക്യാമറയും ഫോണൊന്നും എടുക്കാനുള്ള അത്രയും ടൈമൊന്നും കിട്ടിയില്ല. കിട്ടിയ സമയത്ത് എടുത്ത ക്ലിപ്പിങ്സാണ് ഇത്. ഇതെല്ലാം താഴെ എത്തിയിട്ടാണ് എടുത്തത്. കാരണം മുകളിൽ ആ ബാക്കിൽ കാണുന്ന ആ വഴിയില്ലേ, ആ മല ഇറങ്ങിയാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ വെച്ചൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ക്ലിപ്പിങ്സ് ഒന്നും ഇല്ലാത്തത്. Đây nè. Lao đấy.
ട്രെക്കിംഗ് ഒരുപാട് സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ട്രെക്കിംഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ട്രെക്കിംഗ് ഒരു അത്ഭുതമായി തോന്നിയത് ഇപ്പോഴാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദിസ് വാസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ദിസ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വെഞ്ചറസ് തിങ്സ് ദാറ്റ് ഐ ഡിഡ് ഇൻ Thailand, and I'll definitely recommend it to anybody who's traveling to Thailand. ഒരു 20-30 മിനിറ്റ്സ് എന്തോ എടുത്തുള്ളൂ മൊത്തത്തിൽ ഇത് ചെയ്യാനായിട്ട്. പക്ഷേ കിട്ടിയ ടൈമിൽ ചെയ്ത കാര്യങ്ങൾ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ആനയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഞാൻ അതിൽ കൂടെയൊക്കെ നടന്നു. അത് നല്ലൊരു സാങ്ച്വറി പോലെയായിരുന്നു. ആനേനെയൊക്കെ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോഴത്തെ ഓസ്ട്രിച്ചസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി വരുന്നവരെ ഞാൻ അതിൽ കൂടെയൊക്കെ ചുറ്റി നടന്നുകൊണ്ടിരുന്നു. ഇതൊരു ഹാഫ് ഡേ ടൂറാണ് ഞാൻ എടുത്തത്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയാണ് ടൂറിൻ്റെ ടൈമിങ്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയി. ഇവിടെ വേറെയും പല കലാപരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ വിത്ത് എലിഫൻറ്റ് ഫീഡിങ്, അങ്ങനെ പല ഐറ്റംസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ പാക്കേജിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിങ്ങനെ ജീപ്പിലിരുന്ന് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ട്രെയിനർ എന്നെ കാണുന്നത്. എന്നാൽ പിന്നെ ആനയെ കൊണ്ട് കുറച്ച് കിസ്സസ് അടുപ്പിച്ചേക്കാന്ന് ഓർത്ത് പുള്ളി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഈ കുട്ടി ആനയുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് ഫ്രീ കിസ്സസും കിട്ടി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കയാക്കിംഗ് ആൻഡ് എലിഫൻറ്റ് ട്രെക്കിംഗ് വിശേഷങ്ങൾ. ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു ഇത്. എൻ്റെ ബാക്കി തായ്ലൻഡ് വിശേഷങ്ങൾ കാണുന്നതിനായി ഡു സ്റ്റേ ട്യൂൺഡ്. സോ until I see you all in the next video, thank you so much for watching. Travel safe and have fun.